ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരുന്ന ഈ മീഡിയാസിലൂടെ ആണെങ്കിലും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ, കർത്തൃപാദപീഠത്തിങ്കലായിരിക്കാൻ ഒരിക്കൽ കൂടെ ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സമാഗമന കൂടാരം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം 2-3 ക്ലാസ്സുകളായിട്ട് ചിന്തിച്ച് പോരുന്നത്. നാം സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. അതിൻ്റെ പുറത്തൂടെ ഒന്ന് നോക്കിക്കാണുകയാണ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ക്ലാസ്സോടെ എടുത്താൽ നമുക്ക് മറശ്ശീല മാറ്റി അകത്തേക്ക് കയറാൻ പറ്റും. സമാഗമന കൂടാരത്തിൻ്റെ ആ മറശ്ശീല മാറ്റി നമുക്ക് അകത്തേക്കൊന്ന് കയറാൻ പറ്റും. നമ്മൾ ആ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും ഒന്ന് നടന്നു. അതിന് നീളം എത്രയുണ്ട്, വീതി എത്രയുണ്ട്, എത്ര തൂണിട്ടിട്ടുണ്ട്, അതെങ്ങനെ നേരെ നിർത്തിയേക്കണത്, എങ്ങനെയാണ് ഉറപ്പിച്ചേക്കണത്, എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, അതെന്താണ് വലിച്ചു കെട്ടിയിരിക്കുന്നത് എന്നിങ്ങനെയെല്ലാം വന്നിട്ട് നാം ചുറ്റി നടന്നിട്ട് ആ ആലയത്തിൻ്റെ ചുറ്റി നാം നടന്നിട്ട് അതിൻ്റെ മുൻവശത്ത് വന്നു. അതിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നാം വന്ന് ഒന്ന് നോക്കി, ചുറ്റും ഒന്ന് നോക്കി. ആ വാതിൽ എങ്ങനെയുണ്ട്, അത് എങ്ങനെയാണ്, 4 തൂണിട്ടിട്ടുണ്ട്. ആ 4 തൂണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വാതിൽമറ എന്താണെന്ന് നമ്മൾ നോക്കാൻ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ആ തൂണിലേക്ക് നാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സ്വർഗീയമായതിൻ്റെ പ്രതിബിംബമാണ്. സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ളതായ ആമുഖമായി നാം ചിന്തിച്ചപ്പോൾ സാക്ഷാലായതിൻ്റെ പ്രതിരൂപം, എബ്രായ ലേഖനത്തിലെ വാക്യങ്ങളെല്ലാം വായിച്ച് നാം ചിന്തിച്ചതാണ്. നാം ഓരോന്നും ദൈവോധനത്തിലേക്ക് നോക്കി അതിൻ്റെ ആത്മീയമായ അർത്ഥങ്ങൾ എന്താണ്, എന്തിൻ്റെ നിഴലാണ് എന്ന് നാം ചിന്തിച്ചു വരികയാണ്. തൂണുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രാകാരവാതിലിൻ്റെ തൂണുകൾ, അതിൻ്റെ പ്രത്യേകതകളാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങിയത്. പ്രാകാരവാതിലിൻ്റെ തൂണുകളുടെ പ്രത്യേകതകൾ, അതിൽ ഒരു കാര്യമാണ് ചിന്തിച്ചത്. അത് വെള്ളി ചുവടുകളിൽ നിൽക്കണം, വെള്ളി ചുവടുകളിൽ നിർത്തണം. ആ ഒരു കാര്യമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. രണ്ടാമത്തെ കാര്യം, തൂണുകൾ പൊന്ന് പൊതിഞ്ഞവയായിരിക്കണം. പ്രാകാരവാതിലിൻ്റെ തൂണുകൾ പൊന്ന് പൊതിഞ്ഞവയായിരിക്കണം. പുറപ്പാട് പുസ്തകം 36 അധ്യായം 36 വാക്യം. പുറപ്പാട് പുസ്തകം 36 അധ്യായം 36 വാക്യം. അതിന് ഖദിരമരം കൊണ്ട് 4 തൂണുമുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടായിരുന്നു. അവയ്ക്ക് വെള്ളി കൊണ്ട് 4 ചുവട് വാർപ്പിച്ചു. മതി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. പുറപ്പാട് പുസ്തകം തന്നെ 26 അധ്യായം 32 വാക്യം. 26 അധ്യായം 32 വാക്യം. പൊന്ന് പൊതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. അത് വാതിൽമറ തൂക്കിയിടുന്ന തൂണുകൾ, പ്രാകാരവാതിലിലെ തൂണുകളെ കുറിച്ചാണ് പറയുന്നത്. പൊന്ന് പൊതിഞ്ഞതും
പൊൻ കൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടുകളിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിരസ്തംഭങ്ങളിന്മേൽ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്ന് പൊതിഞ്ഞവയായിരിക്കണം തൂണുകൾ. പൊന്ന് പൊതിഞ്ഞവയായിരിക്കണം. നമുക്കറിയാം, പൊന്ന് എന്ന് പറയുന്നത് ലോഹങ്ങളിലേക്കും വെച്ച് ഏറ്റവും വിലയേറിയതാണ് എന്ത്? പൊന്ന്. ലോഹങ്ങളിൽ ഏറ്റവും വിലയേറിയതും തേജസ്സുള്ളതുമായ പൊന്ന് പൊതിഞ്ഞവയായിരിക്കണം ഈ തൂണുകൾ. ഇത് കാണിക്കുന്നത് സ്വർഗീയ സ്വഭാവമുള്ളവരായ ദൈവമക്കളെയാണ്. പൊന്നു പൊതിയുക എന്ന് പറഞ്ഞാൽ സ്വർഗീയ സ്വഭാവമുള്ളവരായ ദൈവമക്കളെയാകുന്നു ഈ പൊന്ന് പ്രതിരൂപിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ തൻ്റെ പുത്രനിൽ മുൻനിയമിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം കാണുന്നത് തേജസ് ധരിച്ചവരായിട്ടാണ്. ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് തേജസ്സും ബഹുമാനവും അണിയിച്ചാണ്, തേജസ് അണിയിച്ചവനായിട്ടാണ്. എന്നാൽ റോമർ 8-29-30 നാം വായിക്കുമ്പോൾ തൻ്റെ പുത്രനിൽ മുൻനിയമിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം കാണുന്നത് തേജസ്സുള്ളവരായിട്ടാണ്, പൊന്നു പൊതിഞ്ഞവരായിട്ടാണ്. റോമർ 8-29-30. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തൻ്റെ പുത്രനിൽ മുൻനിയമിച്ചിരിക്കുന്ന വിശുദ്ധന്മാര്, നമ്മളെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ. കതിരമരമായിരുന്നു, ചൂവും ചേലും ഇല്ലാതെ നടന്നതും കൊടുങ്കാടുകളിൽ യോർദാന്റെ വൻകാടുകളിൽ കടന്നതുമായ കതിരമരമായിരുന്നു. തൊഴിൽക്കാര്, സുവിശേഷ വേലക്കാര്, ദൈവവേലക്കാര്, തൊഴിൽക്കാര് വന്നു അവരുടെ മഴുകൊണ്ടും കോടാലി കൊണ്ടും ഒക്കെ വെട്ടി ചെത്തി മിനുക്കി ചൊവ്വുള്ളതാക്കി, ലെവലുള്ളതാക്കി, നേരെ ജീവയുള്ളവരാക്കി, സ്വഭാവം മാറ്റി, പ്രകൃതം മാറ്റി, ജീവിതം മാറ്റി കൊണ്ടുവന്ന് പൊന്നു പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നു, സ്വർഗീയ സ്വഭാവമുള്ളവരാക്കി നിർത്തിയിരിക്കുന്നു. തൻ്റെ പുത്രനിൽ മുൻനിയമിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം കാണുന്നത് തേജസ് ധരിച്ചവരായിട്ടാണ്. ഈ ആലയത്തിൻ്റെ മറശ്ശീല തൂക്കുവാൻ നിർത്തിയതായ തൂണുകൾ അവയുടെ പഴയ പ്രകൃതിയിലല്ല, മറിച്ച് ഖദിരമരമായിട്ടല്ല നിർത്തിയിരിക്കുന്നത്. ഖദിരമരമാണ്, ശരിയാ, പച്ച ജഡമാണ്, ഒരു പ്രാഗൽഭ്യം പറയാനില്ലാത്തതാണ് നാം. വെറും പച്ച ജഡം, വെറും ഖദിരമരമാണ്. പക്ഷേ ഈ ശീല തൂക്കുവാൻ, ഈ മറശീല തൂക്കുവാൻ നമ്മെ നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ പഴയ പ്രകൃതിയിലല്ല നിർത്തിയിരിക്കുന്നത്. സ്വർഗീയ സ്വഭാവങ്ങളുടെ നിഴലായ പൊന്ന് പൊതിഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഖദിരമരം കൊണ്ടുണ്ടാക്കിയതായ തൂണ് പൊന്നുകൊണ്ട് പൊതിയണമെന്ന് ദൈവം കൽപ്പിച്ചതുപോലെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അങ്ങനെയാണ് നാം കാണുന്നത്. എഫേസ്യർ 4:22 വായിച്ചു. എഫേസ്യർ 4:22. നമ്മൾ ആലയത്തിലേക്ക് നിൽക്കുമ്പോൾ, സഭയിലേക്ക് നിൽക്കുമ്പോൾ, ദൈവവേലയിലേക്ക് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുമ്പോൾ, വീണ്ടെടുപ്പ് അനുഭവിച്ച് നിൽക്കുമ്പോൾ, രക്ഷ അനുഭവിച്ച് നിൽക്കുമ്പോൾ, എഫേസ്യർ 4:22. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന
പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. കൊലോസ്യർ 3:10 കൂടെ. കൊലോസ്യർ 3:10 കൂടെ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യന്, അതാണ് സ്വർഗീയ സ്വഭാവം. അപ്പോൾ പൊന്നു പുതിയുക എന്നുള്ളതിൻ്റെ ആ ഒരു ആത്മീയ അർത്ഥത്തിലേക്കാണ് നാം ഇറങ്ങിപ്പോകുന്നത്. ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവം നമ്മിൽ പ്രവർത്തിച്ചതായ കാര്യങ്ങൾ നാം ധ്യാനിക്കുകയാണ്. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ഈ സ്നേഹം ഉൾപ്പെടെയുള്ള എല്ലാ സ്വർഗീയ പ്രകൃതികളും കൊണ്ട് നിറഞ്ഞവരും മറ്റുള്ളവരെല്ലാം അത് കാണത്തക്കവണ്ണം അതിനാൽ പൊതിയപ്പെട്ടവരുമായിട്ടിരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ദൈവകൽപ്പന എങ്ങനെയാണ്? ഞാനും നിങ്ങളും പച്ച ജഡമാണ്, ഒരു സ്വഭാവ ഗുണവും പറയാനില്ലാത്തതാണ്. വംശഗുണം പറയാനില്ല, പാരമ്പര്യം പറയാനില്ല, നിന്നെന്ന് പറയാനില്ല, നടന്നെന്ന് പറയാനില്ല, ഒരു പ്രാഗൽഭ്യവും നമുക്ക് പറയാനില്ല, അവകാശവാദങ്ങളൊന്നും നമുക്ക് പറയാനില്ല. എന്തു പറയാൻ? ഞാൻ ഏതോ കാട്ടിൽ കിടന്നു, വളഞ്ഞും പൊളഞ്ഞും ഒക്കെ കിടന്നു, കാട്ടുവള്ളികളെ എല്ലാം കയറി ചുറ്റി കിടന്നത്. എന്തെല്ലാം വള്ളിക്കെട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ കയറി ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. മദ്യപാനമുണ്ട്, വേണ്ടാതിനുണ്ട്, കൊള്ളരുതായ്മയുണ്ട്, അശുദ്ധിയുണ്ട്, അഴുക്കുകൾ, എല്ലാം കൊള്ളരുതായ്മ ഉണ്ടായിരുന്നു. ഇല്ലേ? നമ്മൾ നിൽക്കണം, കാട്ടിൽ എല്ലാവിധ വള്ളിക്കെട്ടും കയറി കെട്ടിക്കിടക്കുന്ന ഒരു മരം നിൽക്കുന്നത് ഓർക്കണം. എന്നാൽ കാട് വെട്ടിത്തെളിച്ച് തൊഴിൽക്കാർ ഖദിരമരം തേടി വന്നപ്പോൾ ഇല്ലേ, പിതാവ് ആകർഷിച്ചിട്ടാണല്ലോ നാം ഈ രംഗത്തേക്ക് വന്നത്. സ്വർഗം ചൂണ്ടിക്കാണിച്ചതാ. ഇവനെ പോയി വെട്ടാൻ പറഞ്ഞ് സ്വർഗം ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് നമ്മെ വെട്ടിയെടുത്തത്. തൊഴിൽക്കാര്, വേലക്കാർ, സുവിശേഷ വേലക്കാർ, ദൈവമക്കൾ നമ്മെ തേടി വന്നു. ഒരുവൻ അയച്ചതുകൊണ്ടാ. അന്ന് ഫിലിപ്പോസിനെ അയച്ചില്ലേ, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് ചെല്ല്, ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക്. നാം ഈ ഒരു അർത്ഥത്തിലൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ കോരിത്തെരിച്ചു പോകും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകവും ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നാം കോരിത്തെരിച്ചു പോകും. ആത്മാവ് ചൂണ്ടി ചൂണ്ടി വഴി നടത്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടി ചൂണ്ടി വഴി നടത്തി. അവരുടെ മഴുവും വാക്കത്തിയും കോടാലിയും ചുറ്റികയും എല്ലാമായി, അറക്കവാളെല്ലാമായി നമ്മുടെ അരികിലേക്ക് വന്നു, നമ്മെ വെട്ടിയെടുത്തു, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. അത് കൂട്ടായ്മ. വർക്ക്ഷോപ്പിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ, ദൈവസഭയിലുള്ളതായ ശുശ്രൂഷകളും ശുശ്രൂഷകളും നമ്മൾ ചിന്തിച്ചതാണ്. ദർശനങ്ങളും ശാസനകളും ഉപദേശങ്ങളും സ്നേഹവും ഇതെല്ലാം ഉണ്ട്. ദൈവമക്കളുടെ സ്നേഹം, ദൈവത്തിന് സ്തോത്രം. ഞാനിതെല്ലാം അനുഭവിച്ചു. ഏറ്റവും കൂടുതൽ ശാസനകൾ എനിക്ക് ഗുണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു. ശാസനകൾക്ക് കീഴ്പ്പെടാനുള്ള ഒരു മഹാഭാഗ്യം കർത്താവ് തന്നു. ചിലപ്പോഴൊന്നും ഒന്നും പിടികിട്ടില്ല, ഒന്നും മനസ്സിലാവില്ല. ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ വ്യവസ്ഥ കൂടാതെ കർത്താവ് നടത്താനാക്കിയിരിക്കുന്ന ദൈവമക്കളെ വ്യവസ്ഥ കൂടാതെ കീഴ്പ്പെടണം. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ശാസിച്ചാൽ ശാസിക്കുന്നവന് കറ പറ്റും. ദൈവം എനിക്ക് ഭാഗ്യം തന്നു കീഴ്പ്പെടാൻ. അതെല്ലാം അനുഗ്രഹമായി, എല്ലാം അനുഗ്രഹമായി.
ദൈവത്തിന് സ്തോത്രം. ചെത്തി നേരെയാക്കാൻ ഈ പ്രകൃതങ്ങളുടെ മേലെല്ലാം പൊന്ന് പൊതിഞ്ഞതുകൊണ്ട്, ഞാൻ നല്ലവനായിട്ടല്ല, അവൻ്റെ കൃപ എന്നെ പൊതിഞ്ഞു. ഈ ഖദിരമരത്തിൻ്റെ ഒരു അംശം പോലും വെളിയിൽ കാണാതെ വണ്ണം കൃപ കൊണ്ട് പൊതിഞ്ഞു. നാം ഒന്ന് നോക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഞാൻ ഇന്ന് എങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇന്ന് എങ്ങനെയാണ്? ഭാര്യയും ഭർത്താവും എങ്ങനെയാണ്? മക്കളും മാതാപിതാക്കളും എങ്ങനെയാണ്? സഹോദരന്മാർ തമ്മിൽ എങ്ങനെയാണ്? തൂണുകൾ മുഴുവനും പൊന്ന് പൊതിഞ്ഞവയായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വശത്ത് പോലും ഒരറ്റത്ത് പോലും ഖദിരമരം പുറമെ കാണരുത്, പഴയ സ്വഭാവം പുറത്തു വരരുത്. അങ്ങനെ പൊതിയപ്പെടണം. ഇല്ലേ, നമ്മൾ എങ്ങനെയാണ് പലപ്പോഴും ഈ തങ്കത്തിൻ്റെ കനം കുറഞ്ഞുകൊണ്ടായിരിക്കും പലപ്പോഴും ഒക്കെ തേഞ്ഞ് ഇച്ചിരി മുട്ടിൽ ഉരുമലൊക്കെ വരുമ്പോൾ ഖദിരമരം പഴയ സ്വഭാവം പയ്യെ പുറത്തു വരുന്നു. ഇച്ചിരി മുട്ടിലും നമ്മളെ തൊട്ട് കഴിയുമ്പോൾ പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ്? ഈ പൊന്നിൻ്റെ കട്ടി കുറഞ്ഞുകൊണ്ടാണ്. ഇല്ല, നമ്മൾ പൊന്ന് പൊതിയുകയാണെങ്കിൽ ഇച്ചിരി കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? എവിടെയെങ്കിലുമൊക്കെ തട്ടും മുട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അകത്തിരിക്കുന്നത് പുറത്തു വരും. നാം പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഒരിക്കലും എൻ്റെ അകത്തിരിക്കുന്നത് ഒരിക്കലും പുറത്തു വരാതെ വണ്ണം കർത്താവേ, ഈ ഖദിരമരം പഴയ പ്രകൃതം ഒരിക്കലും പുറത്തു വരാതെ വണ്ണം, എന്തെല്ലാം തട്ടും മുട്ടും കിട്ടിയാലും സ്വർഗീയ സ്വഭാവം പുറത്തു വരത്തക്കവണ്ണം എൻ്റെ ബലഹീന മേഖലകളിലെല്ലാം ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഈ തങ്കം കൊണ്ട്, ഈ പൊന്നുകൊണ്ട് ഇച്ചിരി കട്ടിയാക്കി എന്നെ ഒന്ന് പൊതിയണമേ എന്ന് നാം ഈ പുതുവർഷത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്വർഗീയ കൃപ പൊതിയണം. നമ്മുടെ ജഡത്തിൻ്റെ പ്രകൃതികളും അശുദ്ധിയും എല്ലാം ദൈവകൃപയാൽ മറയ്ക്കപ്പെട്ട് എല്ലാറ്റിനെയും ജയിച്ച് ജീവിക്കുന്ന ദൈവമക്കളാണ് യേശുവിനെ സാക്ഷിക്കേണ്ടത്. അവരാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്. ഈ തൂണുകൾ എന്തിനാ ഉപയോഗിക്കുന്നതാണ്? വാതിൽമറ വിടർത്തിയിടുന്നതിന് വേണ്ടി. ഈ വാതിൽമറ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു. നാം ഒന്നുകൂടി അതിലേക്ക് വരും. മറശീല വാതിൽമറ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ആ വാതിൽമറ നല്ലപോലെ വിടർത്തി തൂക്കിയിടുക എന്നുള്ളതാണ് ഈ തൂണുകളുടെ ചുമതല. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുക. അതിനൊപ്പം നാം മറ്റൊരു കാര്യം ചിന്തിച്ചു. ഈ ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നതായി 4 സുവിശേഷങ്ങളായി ഈ തൂണിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പിൽ വിടർത്തിക്കാട്ടുന്ന 4 സുവിശേഷങ്ങൾ. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പത്രമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. നാം അവൻ്റെ പത്രമല്ലോ. എന്നുവെച്ചാൽ നമ്മൾ ന്യൂസൊക്കെ അറിയുന്നത് പേപ്പർ വായിച്ചാണല്ലോ. അതുപോലെ നമ്മളെ നോക്കി ക്രിസ്തുവിനെ കാണണം. അതിന് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും ദൈവകൃപയാൽ പൊതിയപ്പെടണം. എൻ്റെ പഴയ സ്വഭാവം എൻ്റെ കഴിവുകൊണ്ടല്ല അത് മറയ്ക്കപ്പെടുന്നത്, എൻ്റെ ഗുണവുമല്ല, കൃപ. അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഞാനാകുന്നത് കൃപയാലാകുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, തൂണുകൾ വെള്ളി ചുവടിൽ നിൽക്കണം. 2, തൂണുകൾ പൊന്ന് പൊതിഞ്ഞവയായിരിക്കണം. 3, തൂണുകൾ നേരെ നിവർന്നു നിൽക്കണം. നല്ല ചൂവുള്ളതായി നേരെ നിവർന്നു നിൽക്കണം. ചാഞ്ഞു നിൽക്കാൻ പാടില്ല, ചായാൻ പാടില്ല, ഒന്നിലേക്കും ചായാൻ പാടില്ല, ആരിലേക്കും ചായാൻ പാടില്ല. നേരെ നിവർന്നു നിൽക്കണം തൂണുകൾ. ഈ തൂണുകൾക്ക് വ്യത്യസ്തമായ ആകൃതിയും
ആ, വളവും ആ, ചെരിവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ തൂണുകൾക്ക്, ഇപ്പോൾ ഈ സമാഗമന കൂടാരം, ഈ ആലയത്തിൻ്റെ നിർത്തിയിരിക്കുന്നതായ തൂണുകൾക്ക് ആ, ആ, പല ആകൃതി, ഒരു തൂണ് പോലെയല്ല വേറൊരു തൂണ്, പല ആകൃതിയും വളവും ചെരിവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ തൂണുകൾ കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്നതായ വാതിൽമറയും മറശീലയും തിരശീലയും ഒക്കെ ശരിയായി വിടർത്തി തൂക്കുവാനായിട്ട് കഴിയില്ലായിരുന്നു. ഇല്ല, സത്യമല്ലേ? സാധിക്കുമായിരുന്നു? ഇപ്പം നമ്മൾ ആ പിക്ചറിലേക്ക് നോക്കുക, സമാഗമനാർത്ഥത്തിൻ്റെ പിക്ചറിലേക്ക് നോക്കുക. എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തോരതിശയം ദൈവസ്വരൂപത്തെ, എന്തോരതിശയം ദൈവസ്വരൂപത്തെ ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു, ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു. എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. സീനായ് മരുഭൂമിയിൽ സ്ഥാപിച്ച സമാഗമന കൂടാരം, സീനായ് മരുഭൂമിയിൽ സ്ഥാപിച്ച സമാഗമന കൂടാരം, സിയോൻ മണവാളനും പതിവ്രതയാകും തിരുസഭയ്ക്കും, സിയോൻ മണവാളനും പതിവ്രതയാകും തിരുസഭയ്ക്കും, സ്വർഗയെരൂശലേം വാസസ്ഥലത്തിനും, സ്വർഗയെരൂശലേം വാസസ്ഥലത്തിനും സാമ്യമീ കൂടാരം കാര്യമല്ലോ കണ്ടാൽ, സാമ്യമീ കൂടാരം കാര്യമല്ലോ കണ്ടാൽ. എന്തോ മനോഹരമേ. എത്ര മനോഹരമായിട്ടാണ് നിർത്തിയിരിക്കുന്നതല്ലേ? അതിൻ്റെ രണ്ട് വശങ്ങളിലുമായി 20 തൂണുകൾ വീതം, മുൻവശത്തും പുറകുവശത്തും 10 തൂണുകൾ, അങ്ങനെ 60 തൂണുകൾ. അതിനകത്ത് ആ തൂണുകളെല്ലാം നല്ല ചൊവ്വുള്ള തൂണുകൾ, നല്ല ലെവലിൽ നിർത്തിയിരിക്കുന്നു, നേരെ നിർത്തിയിരിക്കുന്നു. അതിൽ ഒരു തൂണ് ചാഞ്ഞു പോയാൽ, ഒരു തൂണ് ചെരിഞ്ഞു പോയാൽ ആ വിടർത്തിക്കെട്ടിരിക്കുന്നതായ ശീല ചുളുങ്ങും, ശീലയ്ക്ക് ചുളുക്കം വരും. ആ ശീലയുടെ ഇടയിലൂടെ വിടവുകൾ ഉണ്ടാകും, പലതും അതിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കയറാനിട്ടിടയാകും. ഈ തൂണുകൾ പൊക്കത്തിലും വണ്ണത്തിലും എല്ലാം തുല്യമായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സമസ്വഭാവമുള്ളവരാണ്, സമസ്വഭാവമുള്ളവരാണ്. പല സാഹചര്യങ്ങളിൽ കടന്നവരും പല ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണ് എല്ലാവരുടെയും. പക്ഷേ സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ, ദൈവമക്കളായി തീരുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ സമസ്വഭാവമുള്ളവരാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:10. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അങ്ങനെ നിന്നില്ല എങ്കിൽ എല്ലാം ചുളുങ്ങിപ്പോവും, ഒരു ഭംഗി ഉണ്ടാകില്ല, അതിന് പ്രയോജനം കിട്ടില്ല. ഇന്നെന്താ സഭകളിൽ സംഭവിച്ചത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു, തൂണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു, ചിലത് വളഞ്ഞു ചെരിഞ്ഞു. ഈ തങ്കം പൊതിഞ്ഞതൊക്കെ പുറത്തു പോവുക, മനുഷ്യൻ്റെ ആളത്വമൊക്കെ പുറത്തു വരിക, ശരിയായ സ്വഭാവം വെളിയിൽ വരുന്നു, വഴക്കടിക്കുന്നു, ഭിന്നത വരുന്നു. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ
അവിടുന്ന് ദിനംതോറും ഞങ്ങളെ തങ്കം കൊണ്ട് പൊതിയണം. അതെല്ലാം ദൈവകൃപ വ്യാപരിക്കുമ്പോൾ നമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓരോ കൂട്ടായ്മകളിലും കൂടി വരില്ല. അതുകൊണ്ടാണ് കൂട്ടായ്മ, നമ്മൾ ഒരുമിച്ച് കൂടി വരിക. അവിടെ നടക്കുന്നതാണ്. ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം പല രംഗങ്ങളുമായി ഏറ്റുമുട്ടിയാണ് ജീവിക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ? കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ജോലിയിൽ പ്രശ്നങ്ങൾ, രോഗം, കടബാധ്യത, ബിസിനസ്സിലെ തകർച്ച, കുടുംബത്തിലെ തിക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് ഇല്ലേ? ഇങ്ങനെ ഈ തട്ടിമുട്ടുമൊക്കെ ചെയ്യുമ്പോൾ അവിടെയോടെയെല്ലാം നമ്മുടെ തനി സ്വഭാവങ്ങൾ വെളിയിൽ വരുന്നു. നാം ദൈവസന്നിധിയിലിരുന്ന്, ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് എവിടെയെല്ലാം പോറൽ പറ്റിയിട്ടുണ്ടോ, ദൈവം നമ്മളെ എന്നും കേടുപോക്കുന്നവനാണ്. അതാണ് ദൈവസന്നിധിയിലിരുന്ന് നമ്മളെ തന്നെ പരിശോധിക്കുക. വല നന്നാക്കുക എന്നൊക്കെ പറയില്ല, വല നന്നാക്കുക എന്നെല്ലാം പറയുന്നത്. ഈ പുതുവർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമായിട്ട് അത് എടുക്കണം. കർത്താവ് ഏതെങ്കിലും രംഗങ്ങളിൽ ചെരിവ് വന്നിട്ടുണ്ടോ, വളഞ്ഞു പോയിട്ടുണ്ടോ, നാം ചിന്തിക്കണം. വളരെ അർത്ഥവത്തായൊരു വാക്യമാണത്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ വ്യക്തമായി എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും മുന്നോട്ടുള്ളതായ ശുശ്രൂഷകളിൽ ഒരു പ്രമാണമായി വയ്ക്കുവാനും തക്കവണ്ണം എൻ്റെ ജീവിതത്തോട് ഇടപെട്ട ഒരു വാക്യമാണ്. ഇങ്ങനെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വന്നാൽ ഞാൻ പയ്യെ ദൈവത്തിൽ ഇരുന്ന് ചിന്തിക്കും, കർത്താവ് എന്താ പറ്റിയത്, എവിടെയാ പറ്റിയത്, എന്തോ പറ്റിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കൊരിന്ത്യ സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്നതായ ദൈവമക്കളിൽ ചിലര്, കൊരിന്ത്യ സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്നതായ ദൈവമക്കളുണ്ട്. അവരിൽ ചിലരെ അവർ അംഗീകാര യോഗ്യരും ചിലരെ അയോഗ്യരുമായി എണ്ണി. ഈ കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികളിൽ ചിലരെ അംഗീകരിക്കാം, ചിലർ അത്ര പറ്റില്ല. അപ്പോൾ ആ വിശ്വാസികൾ, സഭയിലുള്ള വിശ്വാസികളിൽ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നതായ ദൈവമക്കളിൽ ചിലരെ അംഗീകാര യോഗ്യരും ചിലരെ അയോഗ്യരുമായി എണ്ണി. അപ്പല്ലോസ് വലിയവനെന്ന് ചിലർ പറഞ്ഞു, അല്ല പൗലോസാണ് വലിയവനെന്ന് മറ്റു ചിലർ പറയും. പൗലോസ് അവരോട് പറയും, അപ്പല്ലോസ് ആര്, പൗലോസ് ആര്? ഞങ്ങളെല്ലാവരും നിങ്ങൾ വിശ്വസിക്കുവാൻ മുഖാന്തരമായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വിടർത്തി കാണിക്കുവാൻ മുഖാന്തരമായ ശുശ്രൂഷക്കാരത്രേ. ആ വാക്യം ആ അധ്യായം നിർക്കുക. 1 കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനത്തിൽ കൊരിന്ത്യ സഭയിൽ വന്നതായ ചില കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് അപ്പോസ്തലൻ ഈ കാര്യത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് പ്രബോധനം കൊടുക്കുന്നത്. അതിൻ്റെ 3-ാം അധ്യായം 5-ാം വാക്യം. 3-ാം അധ്യായം 5-ാം വാക്യം. അപ്പൊല്ലോസാർ പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. പൗലോസ് അവരോട് പറയുകയാണ്, അപ്പൊല്ലോസ് ആര്, പൗലോസ് ആര്? ഞങ്ങളെല്ലാവരും നിങ്ങൾ വിശ്വസിപ്പാൻ മുഖാന്തരമായ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് മുമ്പിൽ വിടർത്തി കാണിക്കുവാൻ മുഖാന്തരമായ തൂണുകളാണ്. ശുശ്രൂഷക്കാർ മാത്രമാകുന്നു. തുല്യരായി, തുല്യ അകലത്തിൽ, തുല്യ വലുപ്പത്തിൽ തൂണുകളെ നിർത്തിയിരിക്കുന്നു. ഈ തൂണുകൾക്ക് ഒന്നിനും തമ്മിൽ വലിപ്പ വ്യത്യാസമില്ല. നാം നേരെ നിൽക്കണം, വലിപ്പ വ്യത്യാസം പാടില്ല. നാം നേരെ നിൽക്കണം. നാം പലപ്പോഴും ചെരിഞ്ഞും ചാഞ്ഞും ഒക്കെ പോകുന്നവരാണ്. സാഹചര്യങ്ങളുടെയും ചുറ്റുപാടുകളുടെയും എല്ലാം സമ്മർദ്ദങ്ങൾ കൊണ്ട്
നാം നേരിടുന്നതായ സാഹചര്യങ്ങളുടെയും ചുറ്റുപാടുകളുടെയും എല്ലാം സമ്മർദ്ദങ്ങൾ കൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞും പോകാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ ചാഞ്ഞും ചെരിഞ്ഞും പോകാതെ വെള്ളിക്കൊളുത്തുകളിൽ കയറുകൊണ്ട് രണ്ട് വശത്തേക്കും വലിച്ചു കെട്ടി ആ കയറ് കുറ്റികളിൽ ഉറപ്പിക്കണം. ഈ കുറ്റി നമ്മൾ ചിത്രത്തിലേക്ക് നോക്കണം. ഈ കുറ്റി ശരിയായി അടിച്ചുറപ്പിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു ദൈവ പൈതലായി നേരെ നിൽക്കണം. അതിന് ഈ വെള്ളിക്കൊളുത്തും കുറ്റിയും കയറും എല്ലാം നമുക്ക് സഹായകമാണ്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു ദൈവ പൈതലായി നേരെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാം ശരിയായി നിന്നിട്ടുണ്ടോ? ചാഞ്ഞു കിടക്കുന്നതായ തൂണുകളെ കണ്ട് നമുക്ക് വേദന തോന്നിയിട്ടുണ്ടോ? ചില തൂണുകളായി നിർത്തിയതാ, പക്ഷെ ചാഞ്ഞുപോയി, ചെരിഞ്ഞുപോയി. ചാഞ്ഞുപോയ തൂണുകളെക്കുറിച്ച് നമുക്ക് വേദന തോന്നിയിട്ടുണ്ടോ? ഒരു സഹവിശ്വാസി തെറ്റിപ്പോകുന്നത് കണ്ട് നിർവികാരതയോടെ നിന്നാൽ അതൊരു പാപമാണ്. അവനവൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, ഒരു വേദനയില്ലാതെ, ഒരു ഭാരമില്ലാതെ, സാരമില്ലെന്നേ നിസ്സാരമാക്കി കണ്ട് ഒരാൾ തെറ്റിപ്പോകുന്നത് കണ്ട് നിർവികാരതയോടെ നിന്നാൽ അതും ഒരു പാപമാണ്. 1 കൊരിന്ത്യർ 5:2 മുതൽ നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ളതായ വാക്യങ്ങൾ. ഈ ദുഷ്കർമ്മം എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഒരാൾ ചാഞ്ഞുപോയി, വീണുപോയി. ഒരു വിശ്വാസി തെറ്റിപ്പോയി. അപ്പോസ്തലൻ പറയുകയാണ്, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. നമുക്ക് വേദന തോന്നണം. തെറ്റ് കാണുമ്പോൾ, അകൃത്യം കാണുമ്പോൾ ഉള്ള നോവണം. ഈ ലോത്ത് രക്ഷപ്പെടാൻ എന്നാ കാരണം? ലോത്ത് സോദോമിൽ പാർത്തവനാണ്. സോദോമിൽ പാർത്തവനായ ലോത്ത് അവിടുന്ന് ദൈവപുരുഷന്മാർ ഇറങ്ങി വന്ന് അവനെ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി രക്ഷിക്കാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ് ലോത്തിനെ രക്ഷിച്ച? അവിടുത്തെ അകൃത്യം കണ്ട് മനസ്സ് നൊന്തു കഴിഞ്ഞു. നമുക്ക് നൊമ്പരമുണ്ടോ? ഇന്ന് ഓരോന്ന് നടക്കുന്നത് കാണുമ്പോൾ അത് എൻ്റെ വിഷയമല്ലല്ലോ, എൻ്റെ കാര്യമല്ല. ഉള്ളു നൊമ്പരം വേണം. ചുറ്റുപാടുകളിൽ നടക്കുന്നത് കണ്ട് ഉള്ളു നോവണം. തകർന്നു പോകുന്ന ആത്മീയ രംഗങ്ങളെ കണ്ട് ഉള്ളിൽ നോവണം. ദൈവമക്കൾ പിന്മാറിപ്പോകുന്നത് കാണുമ്പോൾ ഉള്ളിൽ വേദന വരണം. ഉള്ളു നൊന്ത്. 2 പത്രോസ് 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ചുറ്റുപാടുകളിലെ കൊള്ളരുതായ്മകൾ കാണുമ്പോൾ ലോത്തിൻ്റെ മനസ്സ് വേദനിക്കുമായിരുന്നു. അതിനോട് പൊരുത്തപ്പെടാൻ ലോത്തിന് കഴിയുമായിരുന്നില്ല. ഇന്ന് പല ആളുകളും കൊള്ളരുതായ്മകൾ കാണുമ്പോൾ അത് കണ്ട് അതിൽ നിന്ന് ഊറി വരുന്നതായ രസം കണ്ടെത്തി അല്പാൽപമായി അങ്ങനെ പാപത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇല്ലേ? അതിനെന്നെ കുഴപ്പം? ചിന്തിച്ചു പോവുകയാണ്. അല്പാൽപമായി അതിൻ്റെ ഊറിയ രസങ്ങൾ നുകർന്ന് ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ, പിള്ളേരൊക്കെ അങ്ങനെ നടക്കേണ്ടത്. അങ്ങനെ അങ്ങ് അല്പാൽപമായി അങ്ങ് ഊർന്നിറങ്ങി പോകുന്നു. എന്നാൽ ലോത്ത് നിന്നു. വാസ്തവത്തിൽ ലോത്തിനെ വിടുവിക്കുവാൻ കാരണം അതായിരുന്നു. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. വായിക്കാം. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു.
ലോത്തിനെ വിടുവിക്കാൻ കാരണം അതാണ്. നമ്മൾ ഓർക്കണം, തൂണുകൾ ചാഞ്ഞു പോയാൽ, തൂണുകൾ ചാഞ്ഞാൽ കെട്ടിടം അപകടപ്പെടും. നാം നേരെ നിൽക്കണം, നേരെ നിൽക്കണം. നല്ല നേരെ നിവർന്നു നിന്ന് നല്ല ധീരതയോടെ സുവിശേഷം പറയണം. കാറ്റടിച്ചപ്പോൾ ചായാതെ വീഴാതെ നേരെ നിൽക്കാൻ നമുക്ക് കഴിയണം. നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് ശിംശോൻ നെടുംതൂണായി നിന്നവനായിരുന്നു. നെടും തൂണായി നിന്നവനാണ് ശിംശോൻ. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 25-ാം വാക്യം നാം വായിക്കുമ്പോൾ, ദൈവജനത്തിന് നെടുംതൂണായി നിന്നവനായ ശിംശോൻ ദാഗോന്റെ ക്ഷേത്രത്തൂണുകളുടെ ഇടയിലായി പോയി. തൂണ് ചാഞ്ഞുപോയി. അവൻ നിൽക്കേണ്ടതുപോലെ നിന്നില്ല, സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ല. ദാഗോന്റെ ക്ഷേത്രത്തൂണുകൾക്കിടയിലായി കിടക്കുന്ന ശിംശോനെ നാം കാണുകയാണ്. ഇന്ന് പലരും അങ്ങനെയാ. ഒരു കാലത്ത് തൂണുകളായി നിന്ന പലരും ദാഗോന്റെ ക്ഷേത്രത്തൂണുകളുടെ ഇടയിൽ നിന്ദിക്കപ്പെട്ട്, കണ്ണുകുത്തിപ്പൊട്ടിച്ച്, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട്, ദർശനം നഷ്ടപ്പെട്ട്, സമർപ്പണം നഷ്ടപ്പെട്ട് നിന്ദിക്കപ്പെട്ട് കിടക്കുന്നു. ന്യായാധിപന്മാർ 16-25. നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവനെന്ന് പറഞ്ഞ് ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. ദാഗോന്റെ ക്ഷേത്രത്തൂണുകളുടെ ഇടയിലാണ് നിർത്തി. നമ്മുടെ മുമ്പിൽ കളിക്കാൻ കൊണ്ടുവരാമെന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവനെയാ. ഇല്ലേ, ഇന്ന് ദൈവവേലയെയും കൂട്ടായ്മയും ഒക്കെ ഇട്ട് കളിക്കാൻ തക്കവണ്ണം ആയില്ലേ. ജനങ്ങളിട്ടിന്ന് കളിക്കുക, പരിഹസിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. നാം വേദനയോടെ ഈ കാലയളവിൽ ചെലവഴിക്കണം. വേദനയോടെ നിൽക്കണം, ദുഃഖത്തോടെ നിൽക്കണം, ഉള്ളു നൊന്ത് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. നാം ശരിയായി നിൽക്കണം, ആലയത്തിൻ്റെ തൂണുകളായി നിൽക്കണം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. നാം നേരെ നിൽക്കണം, ഉറച്ചു നിൽക്കണം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികളത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ഉറച്ചു നിൽക്കണം. വിശ്വാസ സംബന്ധമായി ഉറച്ചു നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ സംബന്ധമായി ഉറച്ചു നിൽക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. ഈ വിശ്വാസ സംബന്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാറ്റിനാൽ ആടി ഉലയുന്നവരാകരുതെന്ന അവിടെ നമ്മൾ കാണുന്നത്. എഫേസ്യർ 4:14. വിശ്വാസ സംബന്ധമായി ഒരു വിട്ടുവീഴ്ചയും നാം തയ്യാറാകരുത്. വിശ്വാസ സംബന്ധമായി ഉറച്ചു നിൽക്കണം. എഫേസ്യർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. വിശ്വാസത്തിന്റെ വല്ല കാറ്റിനാലും ആടി ഉലഞ്ഞു പോകാനിടയാകരുത്. വിശ്വാസ സംബന്ധമായി ഉറച്ചു നിൽക്കണം. ഈ സമാഗമന കൂടാരത്തിൻ്റെ ഒരു വശത്ത് 20 തൂണുകളുണ്ട്. ഈ ഒരു തൂണ് വേറൊരു തൂണിനോട് ചേർന്ന് നിന്നുകൊണ്ട് അടുക്കാൻ നോക്കിയാൽ അതിൻ്റെ ചുവട്ടിലാണ് നിങ്ങൾ, ചുവട്ടിൽ ഉറപ്പിച്ച് നിർത്തിയേക്കുക, വെള്ളിച്ചോട്ടിൽ. അപ്പോൾ മറ്റൊരു തൂണിനോട് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചെരിയും, അത് ചായും. തുല്യ അകലമാണുള്ളത്. എല്ലാ തൂണുകൾക്കും തമ്മിൽ തുല്യ അകലമാണുള്ളത്. എന്ന് പറഞ്ഞാൽ
നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണണം. ചാഞ്ഞും ചെരിഞ്ഞും നിന്നാൽ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ മറശ്ശീലകൾക്കിടയിലൂടെ വാതിലിലൂടെ അല്ലാതെ വിടവ് വന്നാൽ പലതും നുഴഞ്ഞു കയറും. ആലയത്തിൻ്റെ ഉള്ളിലേക്ക് വാതിലുകളിൽ കൂടെ അല്ലാതെ പലതും നുഴഞ്ഞു കയറും. നമ്മുടെ കൂട്ടായ്മയിൽ ഒരിക്കലും അതുണ്ടാകരുത്. ഈ സഭയ്ക്കകത്തും പള്ളികളിലും ക്രിസ്തുവിൽ കൂടെയും വചനത്തിൽ കൂടെയും അല്ലാതെ പലതും കയറിയിട്ടുണ്ടല്ലേ. ദൈവവചനത്തിൽ കൂടെയും ക്രിസ്തുവിൽ കൂടെ ഏകവാതിൽ, ഒറ്റ വാതിലേ ഉള്ളൂ. ക്രിസ്തുവിൽ കൂടെയും ദൈവവചനത്തിൽ കൂടെയും അല്ലാതെയുള്ള പലതും സഭകൾക്കുള്ളിലേക്ക് കയറുന്നു. എന്തെല്ലാം കാര്യങ്ങളാ പലതും സഭകൾക്കുള്ളിലേക്ക് കയറുന്നു. അത് വചനത്തിൻ്റെ ഉപദേശമല്ല, അത് സഭയുടെ വിശ്വാസ സത്യങ്ങളിൽപ്പെട്ടതല്ല. സഭയുടെ വിശ്വാസ സത്യങ്ങൾ വചനത്തിനനുസരിച്ചുള്ളതാണ്, ദൈവവചനത്തിനനുസരിച്ചുള്ളതാണ്. ഇല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ളത്? പല കാര്യങ്ങളും നുഴഞ്ഞു കയറി. എന്താ കാരണം? വിശ്വാസ സംരക്ഷകരായി നിൽക്കേണ്ടവർ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും പോയതിൻ്റെ ഫലമായി പലതും നുഴഞ്ഞു കയറാനിടയായി. ഞാൻ ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ പറയാം. ഒരു ഉദാഹരണം, നേരെ നിൽക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? മതി. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേഫാവിനോട് പറഞ്ഞത്. വിശുദ്ധന്മാർ മാത്രം കൂടിയിരിക്കുന്ന ഒരു സഭ, ഇന്നർ ഫെലോഷിപ്പ്, ദൈവമക്കൾ, വിശുദ്ധന്മാർ, പത്രോസ്ലിഹായും പൗലോസ്ലിഹായും ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ മാത്രം കൂടിയിരിക്കുന്നതായ ഒരു ഇന്നർ ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ, അവിടെ നടക്കുന്ന കാര്യമാണ് നമ്മുടെ വായിച്ചത്. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന പത്രോസ്, എന്നാൽ ഈ പത്രോസ് ആ തൂണ് പ്രമാണികളിലേക്ക് ഒന്ന് ചെരിഞ്ഞു. അന്ന് പത്രോസ് ചെരിഞ്ഞത് ബർന്നബാസ് വരെ തെറ്റിപ്പോകാൻ കാരണമായെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായവും ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കണം. ഇന്നിപ്പോൾ സമയം മുന്നോട്ട് പോയല്ലോ. ഗലാത്യ ലേഖനം 2-ാം അധ്യായവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായവും ചേർത്ത് വെച്ച് നാം ഒന്ന് പഠിക്കണം. അപ്പോസ്തലനായ പൗലോസ്ലീഹ ജാതികളുടെ ഇടയിലുള്ള തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ
സിറിയയിലെ അന്ത്യോക്യ കേന്ദ്രമാക്കിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. സിറിയയിലെ അന്ത്യോക്യ കേന്ദ്രമാക്കിയാണ് പൗലോസ്ലീഹ ജാതികളുടെ ഇടയിലെ വേല ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് പത്രോസൊക്കെ അവിടെ വരും. പത്രോസ് ഇവിടെ അന്ത്യോക്യയിൽ വന്ന് പൗലോസ്ലീഹയോട് ചേർന്ന് നിൽക്കുകയാണ്. പൗലോസ്ലീഹയോട് ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ അവിടെയുള്ള ജാതികളുമൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് തിന്ന് കുടിച്ച് സന്തോഷത്തോടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യഹൂദ്യയിൽ യഹൂദ്യയിൽ യാക്കോബിൻ്റെ അടുക്കൽ നിന്നും ആത്മനിയോഗമില്ലാതെ ചിലർ, പരിശുദ്ധാത്മാവ് പറഞ്ഞു വെച്ചിട്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരം, തന്നിഷ്ടപ്രകാരം ആത്മനിയോഗമില്ലാതെ ചിലർ വന്നു. പ്രവൃത്തികൾ 15:24 മാത്രം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 15:24. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട്. മതി. യാക്കോബ് ശ്ലീഹ പറയുന്നത് യഹൂദ്യയിൽ നിന്ന് കൽപ്പന ആത്മനിയോഗമില്ലാതെ ചില ആളുകൾ ഈ സിറിയയിലെ അന്ത്യോക്യയിലേക്ക് ചെന്നു. അവർ പ്രമാണികളായിരുന്നു. അപ്പം അവർ വന്നപ്പോൾ പത്രോസ്ലീഹ അവരെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതുവരെ ജാതികളോടുകൂടെ തിന്ന് കുടിച്ചതായ പത്രോസ് പരിച്ഛേദനക്കാരെ, പ്രമാണികളെ ഭയപ്പെട്ട് അല്പം ഒന്ന് മാറി നിന്നു. ആ കാര്യങ്ങളാണ് നമ്മുടെ വായിച്ചത്. ആ കാര്യങ്ങളാണ് നാം ഇവിടെ കണ്ടത്. അവിടെ അല്പം ഒന്ന് മാറി നിന്നപ്പോൾ പൗലോസ്ലീഹ നല്ലപോലെ ശാസിച്ചു. പത്രോസിനെ പിടിച്ച് നേരെ നിർത്തി. എല്ലാവരും കേൾക്കെ. വേണമെങ്കിൽ പൗലോസ്ലീഹയുടെ എന്നേക്കാൾ സീനിയറാണ്, ഞാൻ ഒടുക്കം വന്ന് കയറിയാനല്ലേ, ഞാൻ പിന്നീട് ഇങ്ങനെ ദൂഷിയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നപ്പോൾ ഞാൻ സഭയിലേക്ക് വന്നതല്ലേ, മാനസാന്തരപ്പെട്ടതല്ലേ, പത്രോസിന് കീഴ്പ്പെടാമോ? നമ്മൾ തെറ്റ് കണ്ടാൽ ഇനി അവരെന്നേക്കാളും ഒക്കെ അറിവുള്ളവരല്ലേ, നമുക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ നേരിട്ട് ചോദിക്കണം. അങ്ങനെയല്ലല്ലോ, വചനം ഇങ്ങനെയാണല്ലോ, അപ്പോൾ നമ്മുടെ കയ്യിൽ കുഴപ്പമാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവവചനപ്രകാരം പത്രോസ് പറഞ്ഞൊന്നും കേട്ട് നടക്കരുത്, അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞൊന്നും കേൾക്കരുത്. ബെരോവിലുള്ളവരെ പോലെ ദിനം പ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു തൂണൊന്ന് ചാഞ്ഞത് ബർന്നബാസ് വരെ തെറ്റിപ്പോകാനായിട്ടിടയായി. നാം ഒരിക്കലും മനുഷ്യരെയോ പ്രമാണികളെയോ പ്രസാദിപ്പിക്കുവാനായിട്ട് നോക്കരുത്. ക്രിസ്തുവിന് വേണ്ടിയും ആത്മാക്കൾക്ക് വേണ്ടിയും നാം നേരെ നിൽക്കണം. നുഴഞ്ഞു വരുന്നവരുണ്ട്. ഞാൻ നിർത്തുകയാണ്. നുഴഞ്ഞു വരുന്നവരുണ്ട്. നിങ്ങൾ ഉപദേശത്തിൻ്റെ വല്ല കാറ്റിനാലോ അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെ ആകരുത്. തൂണുകൾ നേരെ നിൽക്കണം. പ്രാകാരത്തിൻ്റെ തൂണുകളുടെ പ്രത്യേകതകൾ, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽമറ വിരിച്ചു കെട്ടിയിരിക്കുന്ന സഭയാകുന്ന ആലയത്തിലേക്കുള്ള ഏകവാതിലായ ക്രിസ്തുവിനെ വിളർത്തിക്കാട്ടുവാൻ തക്കവണ്ണം ദൈവമന്ദിരത്തിലേക്കുള്ള, നിത്യരാജ്യത്തിലേക്കുള്ള, നിത്യരക്ഷയിലേക്കുള്ള ഏകരക്ഷകനായ ക്രിസ്തുവിനെ ഈ ലോകത്തിന് മുമ്പിൽ വിളർത്തിക്കാട്ടുവാൻ തക്കവണ്ണം ദൈവം വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന പ്രാകാര തൂണുകളായ നമ്മളുടെ 3 സവിശേഷതകൾ. 1, വെള്ളി ചുവടുകളിൽ നിൽക്കണം. 2, പൊന്ന് പൊതിഞ്ഞിരിക്കണം. 3, തൂണുകൾ നേരെ നിൽക്കണം. ദൈവികമായ പ്രമാണത്തിൽ നേരെ നിൽക്കണം. സത്യവിശ്വാസത്തിൽ നേരെ നിൽക്കണം. വിശുദ്ധിയിൽ നേരെ നിൽക്കണം. ഇനിയും ചായാൻ അനുവാദമില്ല. ഇനിയും ചെരിഞ്ഞു പോകാൻ അനുവാദമില്ല. നിർത്തിയവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിർത്തിയവൻ നിർത്തിയതുപോലെ നിൽക്കണം. കർത്താവേ, കയറൊന്നോടെ മുറുക്കി കെട്ടണമേ.
എവിടെയെങ്കിലും ചാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കയറൊന്നുകൂടെ വലിച്ചു കെട്ടി തരണമേ. ഇതുപോലുള്ളതായ വചന ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ, കൂട്ടായ്മകളിൽ കൂടി വരുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോഴും എല്ലാം നമ്മളിൽ നടക്കുന്നതായ കാര്യങ്ങളതാണ്. നമ്മളറിയാതെ തന്നെ ചാഞ്ഞും ചെരിഞ്ഞു പോയ രംഗങ്ങളെല്ലാം നേരെ നിവൃത്തിയെ കയറുകൊണ്ട് വലിച്ച് കുറ്റിയുമായി കെട്ടി ഉറപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ട്. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, നിന്റെ ആത്മാവിന് ഞങ്ങളുടെ മേൽ പകരണമേ. ഒന്ന് ചൊവ്വേ ജീവിക്കാൻ കൃപ തരണമേ, ശരിയായി നിൽക്കാൻ കൃപ തരണമേ കർത്താവേ. മറ്റൊന്നുമല്ലെങ്കിലും എൻ്റെ യേശുവിനെ ഒന്ന് വിടർത്തി കാട്ടാൻ, എൻ്റെ യേശുവിൻ്റെ പ്രകൃതങ്ങൾ, എൻ്റെ യേശുവിൻ്റെ സ്വഭാവം ഒന്ന് വിടർത്തി കാട്ടുവാൻ, ഒന്ന് സാക്ഷ്യത്തോടെ നിൽക്കുവാൻ എൻ്റെ കർത്താവേ എന്നെ ഒന്ന് നേരെയാക്കണമേ കർത്താവേ. എന്നെ ഒന്ന് ഉറപ്പിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, അടിയിളകി പോകാതെ വിശ്വാസത്തിൻ്റെ വല്ല കാറ്റിനാലോ ആടി ഉലയുന്നതായ ശിശുക്കളെ പോലെയായി പോകാതെ ഞങ്ങളെ നിർത്തണമേ. മനോഹര രൂപിയായ യേശുവിനെ, സുന്ദര രൂപനായ യേശുവിനെ, 10,000ങ്ങളിൽ സുന്ദരനായ രക്ഷിതാവിനെ ഒന്ന് വിടർത്തിക്കാട്ടുവാൻ തക്കവണ്ണം ഞങ്ങളെ നിർത്തണമേ. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കരുണ കർത്താവേ. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിയവനായ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച സ്വർഗീയ ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് കൊതി വർദ്ധിപ്പിക്കണമേ, ദാഹം വർദ്ധിപ്പിക്കണമേ, ആത്മാവിൽ വീര്യമുള്ളവരാക്കി മാറ്റണമേ, ദൈവകൃപയിൽ പൊതിഞ്ഞ് നിർത്തണമേ കർത്താവേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒന്ന് ചൊവ്വേ നിൽക്കാൻ കൃപ തരണമേ, എല്ലാ മഹത്വത്തോടും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.